ഇറാന് നേരെ ശക്തമായ ബോംബാക്രമണവുമായി അമേരിക്ക. ഇസ്ഫഹാനിലെ ആയുധ സംഭരണശാലയിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് അമേരിക്ക വർഷിച്ചത്. 2000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരു സമാധാന ശ്രമം മുന്നിലുണ്ടായിരുന്നു, പക്ഷേ ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത്? കാരണം ഇറാൻ ഗൾഫ് മേഖലയിലടക്കം വല്ലാത്ത പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിനൊരു അയവും വരുത്തിയില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇറാന് നേരെ ശക്തമായ ഒരു താക്കീത് അല്ലെങ്കിൽ ശക്തമായ ഒരു ആക്രമണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇറാന് നേരെ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇസ്ഫഹാനിലെ ആയുധ സംഭരണശാലയിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക വർഷിച്ചത്. 2000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്നാണ് വിവരം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അതിശക്തമായ ആക്രമണം തന്നെയാണ് അമേരിക്ക നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇറാൻ വല്ലാതെ പ്രകോപനം തീർക്കുന്നുണ്ടായിരുന്നു ഗൾഫ് മേഖലയിലടക്കം. അതായത് അമേരിക്കയ്ക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ ഇറാന് സാധിക്കുന്നില്ല. അതോടുകൂടി ഗൾഫ് മേഖലയിലടക്കം ആക്രമണം കടുത്ത രീതിയിൽ വ്യാപിപ്പിക്കുകയായിരുന്നു. ഐസൻ ജോസിലേക്ക് പോകുന്നു. ഐസൻ, തുടരാം. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 2000 പൗണ്ടോളം ഈ അതിശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ട്രംപ് എല്ലാം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പങ്കുവച്ചിരുന്നു. പക്ഷേ എന്താണ് ഈ ആക്രമണം, എന്താണ് ഈ ചിത്രത്തിൻ്റെ വിശദാംശങ്ങൾ എന്നൊന്നും കൃത്യമായി പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇസ്ഫഹാൻ കേന്ദ്രത്തിൽ, ഇസ്ഫഹാൻ ആണവ നിലയത്തോട് ചേർന്ന വലിയൊരു ആയുധ സംഭരണശാലയിൽ അതിശക്തമായ ഒരു ആക്രമണം നടത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇത്തരത്തിൽ അതിശക്തമായ ആക്രമണം നടത്തി ഇറാന്റെ എല്ലാ ആയുധ ശേഖരങ്ങളെയും എല്ലാം തകർക്കുക, ആണവ ശേഖരങ്ങൾക്ക് പരിസരത്തുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്തെറിയുക എന്ന കൃത്യമായൊരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആണവ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന ഏതെങ്കിലും ശക്തമായ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ആയുധ സംവിധാനങ്ങളോ ഒന്നും പ്രയോജനപ്പെടുത്താതിരിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നതെന്നാണ് അറിയാനും സാധിക്കുന്നത്. അങ്ങനെ ആണവ കേന്ദ്രത്തിൻ്റെ സുരക്ഷ പൂർണ്ണമായും അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ നിയന്ത്രണത്തിലാക്കുക എന്നൊരു നീക്കമാണ് ഈ ആക്രമണത്തിലൂടെ നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഇറാൻ അമേരിക്കയിൽ നിന്നും ഈ പശ്ചിമേഷ്യയിലേക്ക് ആർമിയെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം ആർമിയെല്ലാം തന്നെ എത്തിക്കഴിയുകയും ചെയ്തു. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരു വഴിക്ക് പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഖർഗ് ദ്വീപിലെ നീക്കങ്ങളാണ്. ആ ഖർഗ് ദ്വീപിലേക്കുള്ള എണ്ണ സംഭരണശാലകളിലെല്ലാം തന്നെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ട്രംപ് പറയുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് മുന്നോടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നതെന്നും ഇന്നലെ വന്ന സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കിയ പ്രദേശങ്ങൾ എല്ലാം തന്നെ ഇറാൻ്റെ ഈ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ, ഊർജ്ജ കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ എണ്ണ സംഭരണശാലകൾ ആക്രമിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനെല്ലാം തന്നെ കാരണമായി പറയുന്നത് ഉടൻ തന്നെ സമാധാന ധാരണയിലെത്തുക, അതുപോലെ തന്നെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക എന്ന നിർദ്ദേശമാണ്. ഈ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിക്കാത്ത പക്ഷം കടുത്ത നടപടികൾ എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഈ അവസാനത്തെ റിപ്പോർട്ടിൽ നിന്നും ഈ സ്ഥിരീകരണങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ വാർത്തയാണത്. അതായത് അമേരിക്ക ഇറാനിൽ ആക്രമണം കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇറാൻ പിടിച്ചു നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സംശയം. കാരണം പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ പാടെ തകർന്ന അവസ്ഥയിലാണ് ഇറാൻ.